ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് വില കൊടുക്കുക. ഒരു സ്വർണത്തിന് ഒരു പവന് 50,000 രൂപയാണെങ്കിൽ 50,000 രൂപ കൊടുക്കുക. ഇനി എത്ര കൂടിയാലും പിന്നെ എപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങുകയാണെങ്കിലും ആ 50,000 തന്നെ നിങ്ങൾക്ക് ആ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ മോളെ കെട്ടിക്കാണ്ട് അതിനുള്ള ക്യാഷ് ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കുക, എന്നിട്ട് സ്വർണം വാങ്ങിക്കുക. ഇപ്പത്തെ വിലയാണ് കൊടുക്കുക. പിന്നെ ഞാൻ സ്വർണം വാങ്ങിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല, വാങ്ങിക്കണം. അത് പറ്റൂല. കാരണം സ്വർണവും വെള്ളിയും അങ്ങനെ എണ്ണി പറഞ്ഞ 6 ഇനം ഐറ്റങ്ങൾ കടം വാങ്ങാൻ പാടില്ല. എന്നുവെച്ചാല് അപ്പം വാങ്ങിച്ചോളണം. ഉടനെ തന്നെ സ്വർണം കാശ് കൊടുക്കുക, അപ്പൊ തന്നെ വാങ്ങാം. ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. സ്വർണത്തിന് പറ്റൂല. നേരത്തെ കറൻസി പറഞ്ഞു. അതെ 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 അതെ. ആ ഹദീസുകൾ, ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ ഉണ്ട്. അങ്ങനെ തന്നെ പറ്റൂ. ഉടനെ കയ്യോടെ ആയിരിക്കണം ബിസിനസ് നടക്കേണ്ടത് അല്ലേ. പിന്നെ മറ്റൊരു വിഷയമാണ്, വേറൊരു വിഷയമാണ്. അപ്പൊ ഇവിടെ ചോദ്യം വരും, അപ്പൊ മക്കളെ കെട്ടിക്കാനൊക്കെ എന്താ ചെയ്യാ? ഒന്നിച്ച് പോച്ച് ആ സമയത്ത് പൈസ ഉണ്ടാവൂലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് ഈ ഒരു സ്വർണ്ണം വാങ്ങിച്ചോട്ടെ, വാങ്ങിച്ചു വെക്കുക. വാങ്ങിച്ചു വെക്കണം. അത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് ഉടനെ തന്നെ നടത്തേണ്ട ഇടപാടുകളാണുള്ളത് വ്യക്തമായത് തന്നെ. പിന്നെ ഒരാളുടെ ഒജീനം അഥവാ അന്നല്ലല്ലോ സ്വർണം. ഒരു സ്വർണ്ണം ഇല്ലാണ്ടാന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടി അല്ലെങ്കിൽ കല്യാണം നടക്കുന്നതിന് ഹറാമെന്നല്ലല്ലോ. സ്വർണ്ണം ഇല്ലാതെ കല്യാണം തന്നെ ഹറാമല്ലല്ലോ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ട കാര്യമില്ല.